എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ സത്സംഗം ആരംഭിക്കുകയാണ്. എല്ലാ ദിവസത്തെയും പോലെ ഈ ഒരു കർമ്മത്തെ ആ സർവേശ്വരൻ്റെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ശ്രീമദ് ഭാഗവതം പറയാനും കേൾക്കാനുമുള്ള അനുഗ്രഹവും അനുവാദവും നൽകണേ സർവേശ്വര. ഓം നമഃ ശിവായ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം നമോ നാരായണായ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം അധ്യായം 33 അവസാന ഭാഗം. ഇന്നലെ നമ്മൾ കണ്ടത് കപില മഹർഷിയുടെ ഉപദേശത്തെ സ്വീകരിച്ച് ദേവഹൂതി എപ്രകാരമാണ് ആ മോക്ഷത്തിലേക്ക് പോയത്, അതാണ് നമ്മൾ കാണുന്നത്. ആദ്യം ദേവഹൂതി കപില വാസുദേവനെ, ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് പറയുകയാണ്, ഭഗവാനെ സ്തുതിക്കുകയാണ്. ആ സ്തുതി മുഴുവനും കേട്ട് കഴിഞ്ഞപ്പോൾ സന്തോഷമായ മനസ്സോടെ കപില ഭഗവാൻ ദേവഹൂതിയോട് പറയാണ്, അമ്മയ്ക്ക് ഞാൻ ഏറ്റവും അമ്മയ്ക്ക് നിർവഹിക്കാൻ പറ്റുന്ന, എളുപ്പത്തിൽ നിർവഹിക്കാൻ പറ്റുന്ന, ഞാൻ ഈ ഉപദേശിച്ച് തന്ന ഈ ഒരു സാഖ്യശാസ്ത്രം, ഈ ഒരു പാതയിലൂടെ അമ്മ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അമ്മയ്ക്ക് വളരെ എളുപ്പം അമ്മയ്ക്ക് ആ ഒരു പരമപദത്തെ പ്രാപിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞിട്ട് പിന്നീട് അമ്മയുടെ അനുവാദവും വാങ്ങി അദ്ദേഹം ആ ഒരു ആത്മാവിൻ്റെ ഗതി ഉണ്ടല്ലോ, ആ ഒരു അവസ്ഥയിലേക്ക് യാത്രയായി. മകൻ പോകുന്നത് കണ്ടപ്പോൾ അതുവരെ കർദമ പ്രജാപതി ഭർത്താവിൽ നിന്നും കിട്ടിയ എല്ലാ സുഖത്തോടു കൂടിയുള്ള സ്വർഗീയമായൊരു കുടുംബജീവിതമായിരുന്നു ഭൂമിയിൽ ജീവിച്ചത്. അത്രയും സുഖങ്ങളൊക്കെ അനുഭവിച്ച് ജീവിച്ച ദേവഹൂതി അതൊക്കെ ഉപേക്ഷിച്ചു. മനസ്സാൽ അതിൽ നിന്നൊക്കെ വിരക്തയായി. എങ്കിൽ പോലും ഒരമ്മയാണല്ലോ. ഭർത്താവ് പോയപ്പോഴും പിടിച്ചു നിന്നത് മകൻ കൂടെ ഉണ്ടായിരുന്നു എന്ന ഒരു സമാധാനത്തിലായിരുന്നു. അപ്പോൾ മകനും പോകുന്നതോട് കൂടിയിട്ട് ആ സരസ്വതി നദീ തീരത്ത് ആ ഒരു ആശ്രമത്തിൽ അമ്മ ദേവഹൂതി തനിച്ചാവുകയാണ്. അങ്ങനെ മകനും കൂടി പോകുന്നത് കണ്ടപ്പോൾ ആ ഒരു വേദന ശരിക്ക് ദേവഹൂതിയുടെ മുഖത്ത്, ആ ഒരു കുടുംബജീവിതത്തിൻ്റെ സുഖവും അതൊക്കെ ഉപേക്ഷിച്ചു. അതൊന്നും മനസ്സിലൊരു ആഗ്രഹവും ഇല്ല. പക്ഷെ പുത്രൻ ഇറങ്ങിപ്പോകുന്ന ആ ഒരു കാഴ്ച കണ്ടു നിന്നപ്പോൾ ആ ഒരു അമ്മയുടെ മനസ്സ് എത്ര ആത്മീയമായി വളർന്നു എന്ന് പറഞ്ഞാലും നൊന്തു എന്നാണ് പറയുന്നത്. ആ വേദന മുഖത്ത് കാണാമായിരുന്നു. അവിടെയാണ് നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത്. ശ്ലോകം 21. വനം പ്രവ്രജിതേ പദൗ അഭത്യ വിരഹാതുര ജ്ഞാത തത്വ അഭി അഭൂത് നഷ്ടേ വത്സേ ഗൗഹു ഇവ വത്സല. വനം പ്രവ്രജിതേ പദൗ, തൻ്റെ ഭർത്താവ്, ദേവഹൂതിയുടെ ഭർത്താവ് കർദമ പ്രജാപതി വനം പ്രവ്രജിതേ, വനത്തിലേക്ക് പോയി, സന്യാസം സ്വീകരിച്ചു വനത്തിലേക്ക് പോയപ്പോഴും ദേവഹൂതി പിടിച്ചു നിന്നത് പുത്രൻ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടായിരുന്നു. പക്ഷേ അഭത്യ, ആ പുത്രനും വിരഹ പോകുന്നത് കണ്ടപ്പോൾ, ആ ഇറങ്ങിപ്പോകുന്നത് കണ്ടപ്പോൾ ആതുര, ദുഃഖം നിറഞ്ഞ മനസ്സായി മാറി. ദേവഹൂതിയുടെ മനസ്സ് വേദനിച്ചു എന്ന്. എന്നിട്ട് ജ്ഞാത തത്വ അഭി, തത്വം ആത്മതത്വത്തെ ജ്ഞാത അഭി അറിയാമെങ്കിൽ പോലും, ആ ആത്മതത്വം പുത്രനിൽ നിന്ന് മനസ്സിലാക്കിയെടുത്തു, ആത്മാവാണ് ശരീരമല്ല എന്നൊക്കെ മനസ്സിലാക്കിയെങ്കിൽ പോലും പുത്രൻ ഇറങ്ങിപ്പോകുന്ന കാഴ്ച കണ്ടപ്പോൾ ദേവഹൂതിയുടെ മനസ്സ് വേദനിച്ചു. അഭൂത് എന്ന് വെച്ചാൽ അങ്ങനെ ആയിത്തീർന്നു എന്ന്. നഷ്ടേ വത്സേ, എന്താ പറയുക, ആ ഒരു കുഞ്ഞ് നഷ്ടപ്പെടുന്ന വേദനയോടുകൂടി, ഗൗ എന്ന് വെച്ചാൽ ഒരു പശു, അമ്മ പശു, ഇവ എന്ന പോലെ വത്സല, പുത്രദുഃഖത്താൽ ഒരു പൈക്കിടാവ് നഷ്ടപ്പെട്ടു പോകുന്ന, അമ്മയിൽ നിന്നും വേർപിരിഞ്ഞു പോകുമ്പോൾ ഒരു അമ്മ പശുവിൻ്റെ മനസ്സ് എത്രമാത്രം വേദനിക്കും. അതുപോലെ സ്നേഹനിധിയായ ദേവഹൂതിയുടെ മനസ്സ് പുത്രൻ ഇറങ്ങിപ്പോകുന്ന ആ കാഴ്ച കണ്ടപ്പോൾ ആത്മജ്ഞാനമൊക്കെ നേടിയെങ്കിൽ പോലും ആ മനസ്സ് വേദനിച്ചു
ഒരു അമ്മയുടെ മനസ്സ് അവിടെ വേദനിച്ചു എന്നാണ് പറയുന്നത്. അപ്പം ഭർത്താവ് പോയപ്പോഴും മകനുണ്ടായിരുന്നത് കൊണ്ട് പിടിച്ചു നിന്നു. ഇപ്പം മകനും പോകുന്ന സമയത്ത് പൈക്കിടാവിനെ നഷ്ടപ്പെടുന്ന അമ്മ പശുവിനെ പോലെ പുത്രദുഃഖത്താൽ ദേവഹൂതിയുടെ മനസ്സ് നൊന്തു. ശ്ലോകം 22. ഇനി അവർ എങ്ങനെയാണ് ആ ഒരു സാക്ഷാത്കാരത്തിലേക്ക് പോയത് എന്നാണ് ഇനിയുള്ള ശ്ലോകങ്ങളിൽ പറയുന്നത് കേട്ടോ. ശ്ലോകം 22. തം ഏവ ധ്യായതി ദേവം അഭത്യം കപിലം ഹരിം ബഭൂവ അജിരതഃ വത്സ നിസ്പൃഹ താദൃശേ ഗൃഹേ. അതായത് തം ഏവം എന്ന് വെച്ചാൽ അദ്ദേഹത്തെ, ധ്യായതി എന്ന് വെച്ചാൽ ധ്യാനിച്ചു, ദേവം എന്ന് വെച്ചാൽ ദേവനായിട്ടുള്ള, കപിലം അപത്യം എന്ന് വെച്ചാൽ പുത്രനായ കപില ഭഗവാനെ ഹരിം ഭഗവാൻ ശ്രീഹരിയായി കണ്ടുകൊണ്ട് ദേവഹൂതി മനസ്സിൽ ധ്യാനിച്ചു എന്ന്. അങ്ങനെ ബഭൂവ അങ്ങനെ ധ്യാനിക്കുന്നവളായി ഭവിച്ചപ്പോൾ അചിരതഃ വളരെ പെട്ടെന്ന് തന്നെ വത്സ എന്നിവിടെ വിളിക്കുന്നത് മൈത്രേയ മഹർഷി വിതുരരെയാണ് കേട്ടോ. അല്ലയോ വിതുരരെ, വളരെ പെട്ടെന്ന് തന്നെ ആ പുത്രനെ കപില വാസുദേവനെ ഭഗവാൻ ശ്രീഹരിയായി കണ്ടുകൊണ്ട് ദേവഹൂതി മനസ്സിലിങ്ങനെ കണ്ട് ധ്യാനിച്ചപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അവൾ നിസ്പൃഹ സർവഭൗതിക ആസക്തികളിൽ നിന്നും മുക്തയായി എന്ന്. നിസ്പൃഹ. അങ്ങനെ താദൃശേ ഗൃഹേ ആ സരസ്വതി നദിയുടെ തീരത്തുള്ള ആ ആശ്രമത്തിൽ ഇരുന്നു കൊണ്ട് അവൾ അദ്ദേഹത്തെ തം ഏവ ധ്യായതി അദ്ദേഹത്തെ മനസ്സിൽ കണ്ടുകൊണ്ട്, പുത്രനെ കപില മഹർഷിയെ മനസ്സിൽ കണ്ടുകൊണ്ട് ധ്യാനിച്ചു എന്നാ പറയാ. ദേവഹൂതിക്ക് അത് കുറച്ചുകൂടി എളുപ്പമായിട്ട് സാധിക്കുമായിരുന്നു. കാരണം കപില വാസുദേവൻ പുത്രനായതുകൊണ്ട് ജനിച്ച അന്ന് തൊട്ടേ അത്രയും അധികം സ്നേഹമാണ്. പുത്രൻ്റെ മുഖം കണ്ണടച്ചാൽ ഒരു അമ്മയ്ക്കും മനസ്സിൽ തെളിയും മക്കളുടെ മുഖം അല്ലേ. അപ്പോൾ അതൊരിക്കലും മറക്കില്ല. അപ്പം ആ ഒരു പുത്രസ്നേഹം മനസ്സിലുള്ളത് കൊണ്ട് ആ പുത്രനെ ഭഗവാനായി കണ്ട് ധ്യാനിക്കാൻ വളരെ എളുപ്പത്തിൽ ദേവഹൂതിക്ക് സാധിച്ചു. അപ്പോൾ മകൻ പറഞ്ഞു കൊടുത്തതുപോലെ തന്നെ ആ കപില മഹർഷിയെ ഭഗവാൻ മഹാവിഷ്ണുവായി കണ്ടുകൊണ്ട് ആ ആശ്രമത്തിൻ്റെ ആ സരസ്വതി നദിയുടെ തീരത്തുള്ള ആശ്രമത്തിൽ ഇരുന്നു കൊണ്ട് ദേവഹൂതി പുത്രനെ ഭഗവാനായി കണ്ടുകൊണ്ട് ഇങ്ങനെ ധ്യാനിച്ചപ്പോൾ വളരെ വേഗം അവൾ നിസ്പൃഹയായി, അതായത് സർവ്വ ആസക്തികളിൽ നിന്നും അവൾ മുക്തയായി എന്ന് മൈത്രേയ മഹർഷി പറയാണ്. ശ്ലോകം 23. ധ്യായതി ഭഗവത് രൂപം യത് ആഹ ധ്യാനഗോചരം സുതഃ പ്രസന്നവദനം സമസ്ത വ്യസ്ത ചിന്തയാ എന്ന് വെച്ചാൽ ധ്യായതി ഭഗവത് രൂപം. ദേവഹൂതി മനസ്സിൽ കണ്ട രൂപം എന്താണെന്നാണ് പറയുന്നത്. ഭഗവാന്റെ കപില മഹർഷിയുടെ ആ രൂപത്തെ മനസ്സിൽ കണ്ട് ധ്യാനിച്ചപ്പോൾ ഏതൊരു ആഹ എന്ന് വെച്ചാൽ പറഞ്ഞു തന്നു. ആരാണോ തനിക്ക് ഇതെല്ലാം ഈ ഉപദേശമൊക്കെ പറഞ്ഞു തന്നത് ആ ഭഗവാന്റെ രൂപത്തെ, ധ്യാനഗോചരം ധ്യാനത്തിന് വിഷയമായിട്ടുള്ള ആ ഭഗവാന്റെ രൂപത്തെ, സുതഃ തൻ്റെ പുത്രനും, പ്രസന്നവദനം മനോഹരമായ ശാന്തമായ മുഖത്തോടു കൂടിയതുമായ ആ ഭഗവാന്റെ കപില വാസുദേവന്റെ രൂപത്തെ, സമസ്ത എന്ന് വെച്ചാൽ മുഴുവൻ അംഗങ്ങളോടും കൂടി പൂർണ്ണ സ്വരൂപത്തിലും, വ്യസ്ത എന്ന് വെച്ചാൽ ഓരോരോ അവയവങ്ങൾ, തൃപ്പാദങ്ങൾ, കാൽമുട്ടുകൾ, അങ്ങനെ ഓരോ അവയവങ്ങളായും ചിന്തയാ മനസ്സിൽ കണ്ടുകൊണ്ട് ദേവഹൂതി ധ്യാനിച്ചു എന്ന്. തനിക്ക് ഉപദേശിച്ച് ആത്മതത്വത്തെ പറഞ്ഞു തന്ന തൻ്റെ പുത്രനും പ്രസന്നമായ മുഖത്തോടു കൂടി ആ കപില മഹർഷിയുടെ ശരീര അവയവത്തെ പൂർണ്ണസ്വരൂപനായിട്ടും ഓരോ അവയവങ്ങളെയും മനസ്സിൽ കണ്ടുകൊണ്ടാണ് ദേവഹൂതി ധ്യാനിച്ചത് എന്ന്. അപ്പം മനസ്സ് വേറെ എവിടെയും പോണില്ല. പ്രത്യേകിച്ച് ഒരു ബന്ധം കൂടിയുണ്ട്, അത് സ്വന്തം പുത്രനും കൂടി ആയതുകൊണ്ട് വേറെ എവിടെയും പോവാതെ ആ രൂപത്തിൽ തന്നെ മനസ്സ് വെച്ചുകൊണ്ട് ധ്യാനിക്കാൻ ദേവഹൂതിക്ക് സാധിച്ചു. ഇനി ശ്ലോകം 24. അങ്ങനെ ധ്യാനിച്ചപ്പോൾ ഭക്തിപ്രവാഹ യോഗേന വൈരാഗ്യേണ ബലീയസ യുക്ത അനുഷ്ഠാനജാതേന ജ്ഞാനേന ബ്രഹ്മഹേതുന. ഭക്തിപ്രവാഹ യോഗേന അങ്ങനെ സ്വപുത്രൻ്റെ ശരീരത്തെ, രൂപത്തെ, പൂർണ്ണസ്വരൂപത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് ധ്യാനിച്ചപ്പോൾ ഭക്തിയുടെ പ്രവാഹമുണ്ടായി ദേവഹൂതിയുടെ മനസ്സിൽ. അങ്ങനെ ഭക്തിപ്രവാഹ യോഗേന അതിലൂടെ ബലീയസ വൈരാഗ്യേണ, ബലീയസ ബലപ്പെട്ടു എന്ന്, അല്ലെങ്കിൽ ശക്തമായ വൈരാഗ്യേണ വിരക്തി
മറ്റൊന്നിലേക്കും മനസ്സ് പോവാത്തൊരു വിരക്തി, ആ പുത്രനും ഭഗവാനുമായി കണ്ടുകൊണ്ട് ഭഗവാന്റെ ആ പൂർണ്ണ സ്വരൂപത്തെ, അതായത് കപില വാസുദേവന്റെ പൂർണ്ണ രൂപത്തെ മനസ്സിൽ കൊണ്ട് ധ്യാനിച്ചപ്പോൾ മനസ്സ് വേറൊന്നിലേക്കും പോയില്ല എന്ന്. അപ്പോൾ എന്താ സംഭവിച്ചത്? അതാണ് ശക്തിയുള്ള വൈരാഗ്യം ഉണ്ടാവുകയും അങ്ങനെ ഭക്തിയുടെ പ്രവാഹത്താൽ യുക്ത അനുഷ്ഠാന ജാതേന ദൃഢമായ അനുഷ്ഠാന കർമ്മങ്ങളും ചെയ്തിരുന്നു. അതായത് ഈ ധ്യാനം വേറെ ഒന്നും ചെയ്യില്ല, ശരീരം നോക്കാനോ വസ്ത്രം മാറാനോ മുടി കോതാനോ ഒന്നുമില്ല. ഈ നിരന്തരമായ ഈ അനുഷ്ഠാനം മാത്രം, ധ്യാനം എന്ന അനുഷ്ഠാനത്തിൽ മാത്രം മുഴുകിയപ്പോൾ ജ്ഞാനേന ബ്രഹ്മഹേതുന, ആ ബ്രഹ്മത്തെ അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരത്തിന് കാരണമാകുന്ന കാരണമാകുന്ന ജ്ഞാനം നേടാൻ സാധിച്ചു. അതായത് ഇത് പ്രകൃതിയാണ്, ഇത് പുരുഷനാണ്, ആത്മാവാണ് പുരുഷൻ, ചലിക്കുന്നത് പ്രകൃതിയാണ്, ഈ കാണുന്നതൊക്കെ അതിൻ്റെ മായയാണ് എന്ന് വേറിട്ടറിയുന്ന ആ സാക്ഷാത്കാരത്തിന് കാരണമാകുന്ന ജ്ഞാനം ദേവഹൂതി നേടി. അങ്ങനെ ജ്ഞാനം നേടിയപ്പോൾ 25ാമത്തെ ശ്ലോകം, വിശുദ്ധേന തദാത്മാനം ആത്മനാ വിശ്വതോമുഖം സ്വ അനുഭൂത്യ തിരോഭൂത മായാഗുണവിശേഷണം എന്ന്. അതായത് അങ്ങനെ ജ്ഞാനം നേടിയപ്പോൾ വിശുദ്ധേന തദാത്മാനം, അവളുടെ മനസ്സ് പൂർണ്ണമായും പരിശുദ്ധമായി. ജ്ഞാനം പ്രകാശിച്ചപ്പോൾ മനസ്സ് പരിശുദ്ധമായി. അപ്പോൾ വിശ്വതോമുഖം ആത്മാനം, പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ പരമാത്മാവിനെ സ്വ അനുഭൂത്യ, അത് തന്നിലിരി താനാകുന്ന ജീവാത്മാവാണെന്ന് അവൾ അനുഭവിച്ചറിഞ്ഞു എന്ന്. അപ്പം ഞാൻ ആത്മാവാണെന്ന അവസ്ഥയെ ദേവഹൂതി അങ്ങനെ അനുഭവിച്ചറിഞ്ഞു. കേട്ടറിവല്ല, അനുഭൂത്യ, സ്വയം ആ പരമാത്മാവും ഞാനും ഒന്നാണെന്ന്, ഞാൻ ആ പരമാത്മാവിനെ ജീവാത്മാവായി അവൾ അനുഭവിച്ചറിഞ്ഞു. അങ്ങനെ തിരോഭൂത, ഇല്ലാതായി. മായാ ഗുണവിശേഷണം, സത്വരജ തമോ ഗുണങ്ങളുടെ തോതിലുള്ള വ്യതിചലനത്താൽ ഉണ്ടാകുന്ന ഒരു മാറ്റവും ഇല്ലാതെ, എന്ന് വെച്ചാൽ ഗുണങ്ങൾക്കും അതീതയാകുന്ന അവസ്ഥയിൽ സ്വയം പരമാത്മാവ്, പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ പരമാത്മാവിനെ ജീവാത്മരൂപത്തിൽ ദേവഹൂതി അനുഭവിച്ചറിഞ്ഞു എന്ന്. അപ്പോൾ സ്വപുത്രനുമായ ഭഗവാൻ മഹാവിഷ്ണു സ്വപുത്രനായി അവതരിച്ചപ്പോൾ ആ കപില മഹാവാസുദേവന്റെ രൂപത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് ദേവഹൂതി ധ്യാനിക്കാൻ തുടങ്ങിയപ്പോൾ ഭക്തിയുടെ ഒഴുക്കുണ്ടായി ഉള്ളിലേക്ക്. അപ്പോൾ ബലപ്പെട്ടു, ആ രൂപം തന്നെ മനസ്സിൽ ഉറച്ചപ്പോൾ അവിടെ വൈരാഗ്യം ബലപ്പെടുകയും ആ അനുഷ്ഠാനത്തിൽ നിരന്തരമായി നിന്നപ്പോൾ, ദൃഢമായി അത് ചെയ്തപ്പോൾ ഉള്ളിൽ ആത്മസാക്ഷാത്കാരത്തിന് കാരണമാകുന്ന ജ്ഞാനം പ്രകാശിച്ചപ്പോൾ ദേവഹൂതിയുടെ ചിത്തം പരിശുദ്ധമായി. അപ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ അഴുക്കുകളില്ലാന്ന്, അതായത് ഒരു തോട്ട്സും ഇല്ലാത്ത രീതിയിൽ മനസ്സ് ഇല്ലാണ്ടായി, ചിന്തകളില്ലാതെ മനസ്സടങ്ങി. അപ്പം ചിത്തം മനസ്സ് ശുദ്ധമായി. അപ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്ന പരമാത്മാവിനെ ജീവാത്മാവായി അറിഞ്ഞ് അനുഭവിക്കാൻ, അതാണ് ഞാൻ എന്ന് അറിഞ്ഞ് അനുഭവിക്കാൻ ദേവഹൂതിക്ക് സാധിച്ചു. അതോടെ ആത്മാവിന് രൂപമില്ലാത്തതുകൊണ്ട് ത്രിഗുണങ്ങളുടെ വ്യതിചലനത്തിൽ നിന്നും ത്രിഗുണങ്ങളുടെ വിശേഷണങ്ങളിൽ നിന്നും മുക്തമാവുകയും ചെയ്തു. ശ്ലോകം 26. ബ്രഹ്മണ്യ അവസ്ഥിതമതിഹി ഭഗവതി ആത്മ ആശ്രയേ നിവൃത്ത ജീവ ആപത്തിത്വാത് ക്ഷീണക്ലേശ ആപ്തനിർവൃതിഹി. നിവൃത്ത ജീവ ആപത്തിത്വാത് ക്ഷീണക്ലേശ ആപ്ത നിർവൃതിഹി. അപ്പോൾ ബ്രഹ്മണ്യ അവസ്ഥിതമതിഹി, അങ്ങനെ ബ്രഹ്മണ്യം പരമാത്മാവിൽ ഉറച്ച മതി ബുദ്ധിയോടുകൂടി ഭഗവതി ആത്മസംശ്രയേ എന്ന് വെച്ചാൽ അർത്ഥം എല്ലാ ജീവികളിലും സർവചരാചരങ്ങളിലും വസിക്കുന്ന ആ ഭഗവാനാകുന്ന ബ്രഹ്മം, ആ പരമാത്മാവിൽ ബുദ്ധി ഉറച്ചപ്പോൾ നിവൃത്ത ജീവ, ഞാൻ ജീവനാണ് അല്ലെങ്കിൽ ഞാൻ ഒരു മനുഷ്യനാണ് എന്ന വ്യക്തി, ശരീരമാണ് ഞാൻ എന്ന ബോധം, ആ വ്യക്തിബോധം ശരീരബോധത്തിൽ നിന്നും നിവൃത്ത, ഇല്ലാതായി, അതിൽ നിന്നും പുറത്തു കടന്നു അവൾന്ന്. അപ്പോൾ ആപത്തിത്വാത്, ഞാൻ ശരീരമാണ് എന്ന് ധരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആപത്തുകളുണ്ടല്ലോ, അതിൽ നിന്നുണ്ടാകുന്ന സുഖദുഃഖ ചിന്തകളാകുന്ന ഭയം, എല്ലാ ചിന്തകൾ അതിൽ നിന്നൊക്കെ പൂർണ്ണമായും മുക്തമായി. അങ്ങനെ ക്ഷീണക്ലേശം ക്ഷീണിച്ചു എന്ന് വെച്ചാൽ
ശരീരമാണെന്ന് ചിന്തിക്കുന്നിടത്ത് ഉണ്ടാകുന്ന ദുഃഖം, ഭയം, എല്ലാ ആദിവ്യാധികളുണ്ടല്ലോ, അതൊക്കെ ഇല്ലാതായി. അതാണ് ക്ലേശം. ദുഃഖമില്ലാതായിട്ട് ആപ്ത നിർവൃതി, ആ ദേവഹൂതി പരമമായ നിർവൃതിയെ പ്രാപിച്ചു എന്ന്. അപ്പൊ ഭഗവാന്റെ സ്വരൂപത്തിലാണ് ദേവഹൂതി ചിത്തത്തെ അടക്കിയത് എന്ന് കണ്ടോ. അപ്പൊ മനസ്സിനെ കയറിപ്പിടിക്കാൻ എന്തെങ്കിലും ഒന്ന് വേണം. അപ്പൊ പുത്രനായി അവതരിച്ച ഭഗവാന്റെ രൂപത്തിൽ, സ്വരൂപത്തിൽ മനസ്സിനെ ഉറപ്പിച്ചപ്പോൾ ഭക്തി വന്ന് അങ്ങനെ മനസ്സടങ്ങിയോടുകൂടി അത് ദൃഢമായി ചെയ്യാൻ തുടങ്ങിയപ്പോൾ, നിത്യവും പരിശീലിക്കാൻ തുടങ്ങുകയാണെന്ന്, അതിനൊരു മനസ്സുറപ്പ് വേണം. 4 ദിവസം ചെയ്തു, 5-ാം ദിവസം ഇന്നൊരു ഉഷാറില്ല, ഇന്നിപ്പോൾ വേണ്ട, അങ്ങനെയില്ല. നിശ്ചയദാർഢ്യത്തോടു കൂടി കൃത്യമായി അത് എന്നും പരിശീലിച്ചപ്പോൾ ഉള്ളിൽ ജ്ഞാനം തെളിയാൻ തുടങ്ങി. ജ്ഞാനം തെളിഞ്ഞപ്പോൾ മനസ്സ് ശുദ്ധമായി. അപ്പോൾ ശുദ്ധമായി കഴിഞ്ഞപ്പോൾ, മനസ്സടങ്ങി, മനസ്സിൽ ചിന്തകളില്ല, മനസ്സ് ശുദ്ധമായപ്പോൾ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ പരമാത്മാവാണ് ഞാനാകുന്ന ജീവാത്മാവ് എന്ന് കേട്ടറിയല്ല, അനുഭവത്തിൽ അറിഞ്ഞു. അങ്ങനെ അറിഞ്ഞപ്പോൾ സത്വരജ തമോ ഗുണങ്ങൾക്കും ആ ഗുണാതീതയായി മാറി അവൾ ഈ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളുടെയും ഉള്ളിൽ വസിക്കുന്ന ആ പരമാത്മാവിൽ ഉറച്ച ബുദ്ധി വന്നപ്പോൾ, ബുദ്ധി ഉറച്ചതോടുകൂടി ഞാൻ ആത്മാവാണ് എന്ന ധാരണ അനുഭവിച്ചറിഞ്ഞ് അതിൽ ഉറച്ചതോടുകൂടി ഞാൻ എന്ന് പറയുന്നത് ഈ ശരീരമാണ് എന്ന ബോധം ഇല്ലാതായി. അപ്പോൾ ആ ബോധത്തിൽ നിന്നും ഉണ്ടാകുന്ന സകല ദുഃഖങ്ങളും ഇല്ലാതായി. അങ്ങനെ പരമമായ നിർവൃതിയെ ദേവഹൂതി പ്രാപിച്ചു. അപ്പം മനസ്സ് എവിടെയെങ്കിലും ഒന്ന് ഉറക്കണം. കണ്ടോ, മറ്റ് ചിന്തകൾ ഇല്ലാതാവണമെങ്കിൽ മനസ്സ് ഏതെങ്കിലും ഒന്നിൽ, അത് പ്രാണായാമം എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുന്ന ശ്വാസത്തിലോ ഭഗവാന്റെ ഒരു രൂപത്തിലോ ഒരു പ്രകാശത്തിലോ മനസ്സിനെ നമുക്ക് ഏകാഗ്രപ്പെടുത്താം. അങ്ങനെ ശീലിച്ച് കൊണ്ടുവന്ന് മനസ്സിനെ അടക്കണം എന്നാ പറയുന്നത്. മനസ്സ് അടങ്ങുമ്പോഴാണ് തെളിഞ്ഞ ജലാശയത്തിൽ ഭഗവാനാകുന്ന ആ ജ്ഞാനം പ്രകാശിക്കുകയുള്ളൂ. അതാണ് ദേവഹൂതി നമുക്ക് കാണിച്ചു തന്നത്. ഇനി ശ്ലോകം 27. നിത്യ ആരൂഢ സമാധിത്വാത് പരാവൃത്ത ഗുണഭ്രമ ന സസ്മാര തദാത്മാനം സ്വപ്നേ ദൃഷ്ടം ഇവ ഉത്തിതഃ. നിത്യ, എല്ലാ ദിവസവും ശാശ്വതമായി, ആരൂഢ, ഉറച്ചു കിട്ടി, സമാധിത്വാത്, ആ സമാധി എന്ന അവസ്ഥ, ദേവഹൂതിയുടെ ആ ധ്യാനം, ആ സമാധി എന്ന അവസ്ഥ നിത്യവും ശാശ്വതമായിട്ട് അങ്ങോട്ട് കുറച്ച് നേരം ഇരുന്നു, പിന്നെ പെട്ടെന്ന് ചിന്തയിലേക്ക് പോയി, അങ്ങനെയില്ല. ശാശ്വതമായിട്ട് ആ സമാധി അവസ്ഥയിൽ ഉറയ്ക്കാൻ സാധിച്ചു ദേവഹൂതിക്ക്. ശാശ്വതമായി ദേവഹൂതിയുടെ മനസ്സ് സമാധിയിൽ ഉറച്ചപ്പോൾ പരാവൃത്താന്ന്, ഇല്ലാതായി, ഗുണഭ്രമ, സത്വരജ തമോ ഗുണങ്ങളുടെ വ്യതിചലനത്താൽ ഉണ്ടായ ഈ പ്രപഞ്ചം യഥാർത്ഥമാണെന്നുള്ള ഭ്രമം പരാവൃത്ത, ഇല്ലാതായി എന്ന്. ത്രിഗുണങ്ങളുടെ തോതിൽ വരുന്ന വ്യതിചലനത്താൽ ഉണ്ടായതാണ് ഈ മുഴുവൻ പ്രപഞ്ചവും, ഇവിടെ കാണുന്ന സർവ്വതും. അങ്ങനെ കാണുന്ന പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കുന്ന ഇതെല്ലാം യഥാർത്ഥമാണെന്നുള്ള ഭ്രമം അതോടെ അവളിൽ ഇല്ലാതായി. അപ്പോൾ എന്താണെന്നറിയോ സംഭവിച്ചത്? ഞാൻ സസ്മാര, അവൾ മറന്നുപോയിന്ന്. തദാത്മാനം, ഈ ശരീരമുണ്ടല്ലോ എന്ന ചിന്ത വരെ മറന്നു. ശരീരം എന്ന എനിക്കൊരു ശരീരം ഉണ്ടല്ലോ, ആ ശരീരത്തെ നോക്കണമല്ലോ, സംരക്ഷിക്കണമല്ലോ. അതായത് വിശപ്പോ ദാഹമോ ശരീരത്തെ വൃത്തിയായി നോക്കാലോ, ശരീരബോധം പൂർണ്ണമായിട്ട് പോയി. അതായത് ഞാനൊരു ശരീരമാണ്, ഒരു ഭൗതിക ശരീരം ഉണ്ട് എനിക്ക് എന്നുള്ള ബോധം മറന്നു പോയിട്ട്, അതിനൊരു ഉദാഹരണം പറയാണ്. സ്വപ്നേ ദൃഷ്ടം, സ്വപ്നത്തിൽ കണ്ടത്, ഇവ പോലെ, ഉത്തിത, ഉണർന്നു കഴിയുമ്പോൾ സ്വപ്നത്തിൽ കണ്ടത് ഓർമ്മയുണ്ടാവില്ലല്ലോ, ചിലതൊന്നും ഓർമ്മയുണ്ടാവില്ല. അതുപോലെ ഇപ്പോൾ ഉണർന്നു കഴിഞ്ഞപ്പോൾ, മായയിൽ നിന്ന് ഉണർന്നപ്പോൾ ദേവഹൂതിക്ക് ഈ ശരീരം തന്നെ മറന്നുപോയിരുന്നു. മായയിൽ ഇരിക്കുമ്പോഴാണ് ശരീരത്തെ മിനുക്കുന്നത്. സ്വപ്നത്തിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞപ്പോൾ, ഉറക്കത്തിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞപ്പോൾ ആ സ്വപ്നം കണ്ടത് എന്താണെന്ന് മറന്നു പോകുന്നത് പോലെ മായയിൽ നിന്ന് ഉണർന്ന് പുറത്തേക്ക് വന്നപ്പോൾ ഈ ശരീരമുണ്ട് എന്ന ബോധം അതുപോലും ദേവഹൂതി മറന്നുപോയി. അതാണ് പറയുന്നത്. ഇനി ശ്ലോകം 28. തത് ദേഹ പരതഃ പോഷഃ അഭി അകൃശഃ ച ആദി അസംഭവാത് ബഭൗ
മലൈ അവച്ഛന്നഃ സ ധൂമഃ ഇവ പാവകഃ തദ് ദേഹഃ പരതഃ പോഷഃ അപി അകൃശഃ ച ആദി അസംഭവാത് ഭവൗ മലൈഃ അവച്ഛന്നഃ സ ധൂമഃ ഇവ പാവകഃ. അതായത് തത് ദേഹം, അവളുടെ ദേവഹൂതിയുടെ ആ ശരീരം, പരതഃ മറ്റുള്ളവരാൽ, പോഷഃ അഭി പരിപോഷിപ്പിക്കപ്പെട്ടതാണെങ്കിൽ പോലും, അതായത് ദേവഹൂതിയെ കർദമ പ്രജാപതി ഒരുക്കിയിട്ടുള്ള തോഴിമാരാൽ പരിപോഷിപ്പിക്കപ്പെട്ട ശരീരമാണ് ദേവഹൂതിയുടെ. അച്ഛൻ്റെ കൂടെ ആയിരുന്നപ്പോഴും രാജ്ഞിയായിരുന്നു, സ്വയംഭുവ മനുവിൻ്റെ പുത്രിയല്ലേ, അപ്പം രാജകുമാരിയായിരുന്നു, എല്ലാ തോഴിമാരാലും പരിപോഷിപ്പിക്കപ്പെട്ടു. ഭർത്താവിൻ്റെ അടുത്ത് വന്നപ്പോഴും കർദമ പ്രജാപതി അത്രയും വലിയ സ്വർഗീയ ജീവിതമാണ് ആവശ്യപ്പെട്ടപ്പോൾ ഒരുക്കി കൊടുത്തത്. അപ്പോൾ ദേവഹൂതിയുടെ ശരീരം, ആ ശരീരം എല്ലാവരാലും സംരക്ഷിക്കപ്പെട്ട് പരിപോഷിപ്പിക്കപ്പെട്ടിരുന്നതായിരുന്നു. ആണെങ്കിൽ പോലും ഇപ്പോൾ ദേവഹൂതിയുടെ അവസ്ഥ എന്താ? ആരുമില്ല, ഒറ്റയ്ക്കാണ്. ഭർത്താവുമില്ല, മക്കളുമില്ല, ആരുമില്ലാതെ ആശ്രമത്തിൽ ഒറ്റയ്ക്കാണ് ദേവഹൂതി കഴിയുന്നത്. അപ്പോൾ ഭക്ഷണമില്ല, ഒന്നുമില്ലാത്ത അവസ്ഥയിൽ, ശരീരബോധം പോലും നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ യഥാർത്ഥത്തിൽ ദേവഹൂതി ഒരു സാധാരണ സ്ത്രീ ആയിരുന്നുവെങ്കിൽ ക്ഷീണിച്ച്, ഇപ്പോൾ ഭക്ഷണമൊന്നും കിട്ടാതെ പട്ടിണി കിടന്ന് വെള്ളം കൊടുക്കാൻ പോലും ആളില്ലാണ്ട് വരുമ്പോൾ ക്ഷീണിച്ച് മെലിഞ്ഞ് തേജസ്സൊക്കെ പോയി വല്ലാതെ മോശ അവസ്ഥയിലാവേണ്ടതാണ്. പക്ഷേ അതാണ് ഇവിടെ പറയുന്നത് അകൃശഃ എന്ന് വെച്ചാൽ അത്രയ്ക്കൊന്നും മെലിഞ്ഞുണങ്ങി പോയില്ലാന്ന് ദേവഹൂതിയുടെ ശരീരം. എന്നിട്ട് അതിൻ്റെ കാരണം പറയാണ്. അതിൻ്റെ കാരണം ആദി അസംഭവാത്, ദേവഹൂതിയുടെ മനസ്സിൽ ആദി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ശരീരത്തിന് അത്രയ്ക്ക് വലിയ ഒരു വാട്ടമോ ഒരു ക്ഷീണമോ ഉണ്ടായിരുന്നുമില്ല എന്നു. ഒരു കാലത്ത് തോഴിമാരാൽ പരിപോഷിപ്പിക്കപ്പെട്ടതായിരുന്നു ദേവഹൂതിയുടെ ശരീരമെങ്കിൽ പോലും ഇപ്പോൾ ആരും, ദേവഹൂതി പോലും, മറ്റൊരാൾ പോലും നോക്കുന്നില്ല അവളുടെ ശരീരം, നോക്കാൻ ആരുമില്ല. ദേവഹൂതി പോലും ശരീരം എന്ന ബോധത്തെ നിന്നും പുറത്തു കടന്നോടുകൂടി ശരിക്കും ഒരു സാധാരണ സ്ത്രീ ആണെങ്കിൽ ആ ശരീരം ആരും പരിചരിക്കാനില്ലെങ്കിൽ ആകെ ക്ഷീണിച്ച് മെലിഞ്ഞുണങ്ങി നശിച്ചു പോകേണ്ടതാണ്. പക്ഷേ നേരെ വിപരീതമാണ്. ക്ഷീണമുണ്ട് ദേവഹൂതിക്ക് എങ്കിൽ പോലും ആ ശരീരത്തിന് അത്രയ്ക്ക് വലിയ ക്ഷീണം കാണുമ്പോൾ തോന്നില്ല എന്ന്. അതായത് ആ തേജസ് നഷ്ടപ്പെട്ടിട്ടില്ല. അതിന് കാരണം അവളുടെ മനസ്സിൽ ആദി ഉണ്ടായിരുന്നില്ല എന്ന്. അപ്പോൾ ശരീരം എന്തിനെ കണക്ട് ചെയ്യുന്നു എന്ന് ഒരു ഉത്തരം അവിടെ നിന്ന് കിട്ടി അല്ലേ? ശരീരത്തിന് ബാധിക്കുന്ന ക്ഷീണം, തളർച്ച, രോഗങ്ങൾ എല്ലാത്തിൻ്റെയും മൂല കാരണം നമുക്ക് പറയാം. ഇന്നത്തെ ജീവിത സാഹചര്യം, മാലിന്യങ്ങൾ, വിഷവസ്തുക്കൾ, മക്ക വിഷാണെന്ന് നമുക്ക് പറയാം. പക്ഷെ അതിനേക്കാളും പ്രധാനമായ, ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മനസ്സിൻ്റെ ആദിയാണ്. 4 ദിവസം എനർജി ഉണ്ടായ 5-ാം ദിവസം എന്തോ ഒരു ക്ഷീണം, എന്തോ ഒരു ഒരു ഉന്മേഷമില്ല, ഊർജ്ജമില്ല, ഇന്ന് എന്തോ ഒരു ഉഷാറില്ല, അല്ലെങ്കിൽ ഒരു മനസ്സിനൊരു സുഖമില്ല, നമ്മുടെ ശരീരത്തിനൊരു ബലക്കുറവൊക്കെ നമുക്ക് തോന്നുന്നതിൻ്റെ കാരണം മനസ്സിന് വരുന്ന ഉന്മേഷക്കുറവാണെന്ന്. മനസ്സിൻ്റെ അനക്കങ്ങളാണ് ശരീരത്തിനെ ബാധിക്കുന്നത് എന്നാണ് പറയുക. അപ്പോൾ ഒരു വ്യക്തിയുടെ മനസ്സ്, അത്ര വലിയ സ്പിരിച്വലൊന്നും അല്ലെങ്കിൽ പോലും വളരെ സ്ട്രോങ് മൈൻഡിൽ നിൽക്കുന്ന, ദൃഢമായിട്ട് സ്ട്രോങ് ആയിട്ട് നല്ല മനോബലത്തിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ ആ ആളെ കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക, കാരണം ആ മൈൻഡ് അത്രയും ടെൻഷൻ, കുറേ സംശയങ്ങൾ, കുറേ ആകുലതകൾ, കുറേ ആദികൾ, ഭാവിയെക്കുറിച്ചും കഴിഞ്ഞതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചുള്ള ആദി, കുറേ ടെൻഷനും വിഷമം കൊണ്ടെടുക്കാം. പിന്നെ കുറേ സംശയങ്ങൾ, അത് ശരിയാണോ, ഇത് ശരിയാണോ, ഇങ്ങനെയൊക്കെ കൊണ്ട് നടക്കുന്നവരുടെ മനസ്സിൻ്റെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കും. തീർച്ചയായും ശരീരത്തിന് നല്ല ആരോഗ്യം ഉണ്ടെങ്കിലും അവരെ കാണുമ്പോൾ ഒരു തേജസ് കുറവ് ഫീൽ ചെയ്യുന്നു. അവർക്കത്ര തേജസ് ഉണ്ടാവില്ല. കാരണം മനസ്സിൻ്റെ ഈ ചലനങ്ങളാണ് അവരുടെ തേജസ്സിനെ കെടുത്തിക്കളയുന്നത്. അതേസമയം ചില ആളുകളെ കാണുമ്പോൾ അവർ പ്രത്യേകിച്ച് ഒരു മേക്കപ്പും ഇട്ടില്ലെങ്കിൽ പോലും അവരെ കാണുമ്പോൾ ഒരു പ്രത്യേക തേജസ് തോന്നുന്നതിൻ്റെ കാരണം മനസ്സിൻ്റെ ധൈര്യമാണെന്ന്. ആദിയില്ലാത്ത
ടെൻഷൻ ഇല്ലാത്ത മാനസികാവസ്ഥയാണ് അവരുടെ തേജസ്സിന് കാരണം. ആർക്കാണോ ടെൻഷൻ ഉള്ളത്, ടെൻഷൻ ഉണ്ട് എന്ന് ഇന്നത്തെ ആൾക്കാർ ആരും സമ്മതിക്കില്ല. എനിക്ക് ഒരു ടെൻഷനും ഇല്ല എന്ന് ചോദിക്കുമ്പോൾ പറയുള്ളൂ. സ്ട്രെസ് ഉണ്ട് എന്ന് തിരിച്ചറിയാൻ പോലും മനുഷ്യന് കഴിയണില്ല. ഇന്നത്തെ സമൂഹത്തിൽ ആളുകൾക്ക് കഴിയണില്ല എന്ന ഒരാൾ നമ്മളെ അടുത്തൊരു പ്രശ്നം പറയുമ്പോൾ നമ്മൾ സ്ട്രെസ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ടെൻഷനൊന്നുമില്ല ഇതേ ആദ്യം പറയുള്ളൂ. ഞാൻ സ്ട്രെസ്സിലാണ് ഇരിക്കുന്നത് എന്ന് പോലും അവർക്ക് മനസ്സിലാവണില്ല. ആ അവസ്ഥയെ പോലും തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നർത്ഥം. സ്ട്രെസ് എന്ന് പറഞ്ഞിങ്ങനെ ആലോചിച്ച് കൂട്ടി ടെൻഷൻ എടുത്ത് ഇങ്ങനെ വിഷമിച്ചിരിക്കുക എന്നുള്ള അവസ്ഥയല്ല. നമ്മൾ സദാ പണിയെടുക്കുമ്പോഴും നമ്മൾ ആ മൊമെൻറ്റിൽ എന്താണോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ കർമ്മത്തിൽ മനസ്സ് നിൽക്കാതെ അത് ചെയ്യുന്നതിൻ്റെ ഇടയിലും വേറെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ സ്ട്രെസ് എന്ന് പറയും, ആദി എന്ന് പറയും. മനസ്സിലായോ? നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൽ ഇപ്പം ഞാൻ ഒരിക്കൽ പറഞ്ഞിരുന്നു, വെള്ളം കുടിക്കുകയാണെങ്കിൽ അതിനെ അനുഭവിച്ച് നമ്മൾ ആരെങ്കിലും കുടിക്കുന്നുണ്ടോ? ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തു, നമ്മൾ ചുണ്ടിനോട് അടുപ്പിച്ചു, ആ വെള്ളം ഇങ്ങനെ ഒഴുകി തൊണ്ടയിലേക്ക് ചെന്ന് ആ വെള്ളത്തിൻ്റെ രുചി അറിഞ്ഞ് ആരാന്ന് വെള്ളം കുടിക്കണേ? ആരും കുടിക്കണില്ല. അതുപോലെ ഭക്ഷണവും ആ സമയം പോലും മനസ്സ് വേറെ ഓരോ കാര്യങ്ങളുടെ പ്ലാനിങ്ങും ചിന്തകയിലാണ്. അതായത് അതിനെയാണ് ടെൻഷൻ എന്ന് പറയുന്നത്. അല്ലാണ്ട് ഇങ്ങനെ ഒരു പ്രത്യേക ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് ഇങ്ങനെ ടെൻഷൻ എടുത്ത് പേടിച്ച് വിഷമിച്ചിരിക്കുക അതില്ല എന്നാണ് ആൾക്കാർ പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ അവർ ടെൻഷനിലാണ്. അവരുടെ മനസ്സ് ഒരുപാട് ചിന്തകളിലുണ്ട്, ഒരുപാട് സംശയങ്ങളോടുകൂടി നിൽക്കുന്ന മനസ്സാണെങ്കിൽ ആദിയുള്ള മനസ്സാണ്. അപ്പോൾ എന്തായിരിക്കും? കാണുന്നവർക്കൊരു തേജസ് കുറവ് ഫീൽ ചെയ്യും. അതേസമയം മനസ്സുറപ്പുള്ളവരെ കാണുമ്പോൾ ഒരു പ്രത്യേക തേജസ്സാ. ആദിയില്ലാത്ത മനസ്സിനെ കാണുമ്പോൾ ഒരു മേക്കപ്പും വേണ്ട, പക്ഷെ അവരെ കാണുമ്പോൾ തന്നെ നമുക്ക് ഇദ്ദേഹത്തിന് നല്ല എന്തോ ഒരു പ്രത്യേകത അവർക്കുണ്ട് എന്ന് കാണുന്നവർക്ക് തോന്നും. അങ്ങനെയാണെന്ന് ദേവഹൂതി ഇത്രയും വലിയ ഒരു ശരീരബോധത്തിൽ നിന്നൊക്കെ പൂർണ്ണമായി മുക്തിയായെങ്കിലും ദേവഹൂതിയെ കാണുമ്പോൾ അത്രയ്ക്ക് ക്ഷീണം, ആ തേജസ് പോയിട്ടുണ്ടായിരുന്നില്ല. അതിന് കാരണം അവളുടെ മനസ്സിൽ ആദി ഉണ്ടായിരുന്നില്ല. കാരണം മനസ്സ് ഇപ്പോൾ ആ ഒരു പരമാത്മാവിങ്കൽ ഉറച്ചു കഴിഞ്ഞു. അപ്പോൾ ടെൻഷനില്ല. അതുകൊണ്ട് ബബ ഉന്നച്ച കാണപ്പെട്ടു. മലൈ അവച്ചന്നഹ, മാലിന്യത്താലും അഴുക്കുകളാലും പൊടിപടലങ്ങളാലും മൂടപ്പെട്ടതാണെങ്കിലും സ ധൂമഹ ഇവ പാവകഹ, സ അവൾ എന്നുവെച്ചാൽ ധൂമം എന്നുവെച്ചാൽ പുകയാൽ മൂടപ്പെട്ട പാവ, അഗ്നിയെ പോലെയായിരുന്നു. പുക ചുറ്റുമുണ്ടെങ്കിലും അഗ്നി പ്രകാശിച്ച് അഗ്നിയുടെ തേജസ്സിനെ ഇല്ലാതാക്കാൻ കഴിയാത്തതുപോലെ അഴുക്കുകളൊക്കെ ശരീരത്തിൽ പൊടിയും അഴുക്കും ഒക്കെ ഉണ്ട്. ശരീരം നോക്കണില്ലല്ലോ. പക്ഷേ ദേവഹൂതിയുടെ ആ തേജസ് നഷ്ടപ്പെട്ടിരുന്നില്ല. കാരണം അവളുടെ മനസ്സ് ശാന്തമായിരുന്നു. അതുകൊണ്ട് തന്നെ തേജസ് നഷ്ടപ്പെടാത്തവളായിട്ട് ദേവഹൂതിയെ കാണപ്പെട്ടു എന്ന്. പുകയാൽ മൂടപ്പെട്ട അഗ്നിയെ പോലെ. പുകയുണ്ടെങ്കിലും അഗ്നിയുടെ തെളിച്ചം പുകയെ പോലും മറികടന്ന് ഒരാൾക്ക് കാണാൻ സാധിക്കും അതിൻ്റെ ഉള്ളിൽ അഗ്നിയുണ്ടെങ്കിൽ. അതേപോലെ അഴുക്കുകളും മാലിന്യങ്ങളും പൊടിപടലങ്ങളും ഉണ്ടെങ്കിലും ദേവഹൂതിയുടെ തേജസ്സിനെ ഇല്ലാതാക്കാൻ അതിന് പറ്റിയിട്ടില്ല. ശ്ലോകം 29. സ്വ അംഗം തപ യോഗമയം മുക്തകേശം ഗതാംബരം ദൈവഗുപ്തം ന ബുബുധേ വാസുദേവ പ്രവിഷ്ട ധീ. അതായത് സ്വ അംഗം, ദേവഹൂതി തൻ്റെ ശരീരത്തെ തപ യോഗമയം, തപസ് യോഗം മയം എന്ന് വെച്ചാൽ ഇവയിൽ മുഴുകിയ ദേവഹൂതിയുടെ അതിലൊക്കെ മയം, അതിൽ മുഴുകിയിരിക്കുന്ന നിമഗ്നയായിരിക്കുന്ന ദേവഹൂതിയുടെ ശരീരം, തപസ്സിലും യോഗാവസ്ഥയിലും നിമഗ്നയായിരിക്കുന്ന ആ ദേവഹൂതിയുടെ ശരീരത്തിൽ നിന്ന് മുക്തകേശം, തലമുടി അഴിഞ്ഞു വീണാലും ഗദ അംബരം, വസ്ത്രം അഴിഞ്ഞു വീണാലും ന ബുബുദേ, അവൾ അറിഞ്ഞിരുന്നില്ല എന്ന്. ദൈവഗുപ്തം, ഭഗവാനാൽ ഗുപ്തം സംരക്ഷിക്കപ്പെട്ട ആ ദേവഹൂതിയുടെ ശരീരത്തിൽ എന്ത് സംഭവിച്ചാലും, മുടി അഴിഞ്ഞാലും വസ്ത്രങ്ങൾ മാറിക്കിടന്നാലും അഴിഞ്ഞു വീണാലും പോലും അവളത് അറിഞ്ഞിരുന്നില്ല എന്ന്. അറിയുന്നില്ല എന്ന് ഭാവിക്കല്ല, സ്വയം ഒന്നും മാറ്റങ്ങളൊന്നും അറിയുന്നില്ല. വാസുദേവ പ്രവിഷ്ട ധീ. അതിൻ്റെ കാരണം ഭഗവാൻ വാസുദേവനിൽ ധീ, ബുദ്ധിയും മനസ്സും പ്രതിഷ്ഠിക്കപ്പെട്ടു. മനസ്സും ബുദ്ധിയും ഭഗവാനിൽ ഉറച്ചു കഴിഞ്ഞപ്പം ശരീരത്തിൽ വരുന്ന ഒരു മാറ്റങ്ങളും അവൾ അറിഞ്ഞതുപോലും ഇല്ല. ദേവഹൂതി പോവാണ് കേട്ടാ, ശരീരം ഉപേക്ഷിച്ച്. ശ്ലോകം 30. ഏവം സ കപില ഉക്തേന മാർഗേണ അചിരതഃ പരം ആത്മാനം ബ്രഹ്മനിർവാണം ഭഗവന്തം അവാബഹ.
ഏവം ഇപ്രകാരം സഹ ആ ദേവഹൂതി കപില ഉക്തേന കപില ഭഗവാനാൽ പറയപ്പെട്ട മാർഗേണ ആ പാതയിലൂടെ അചിരത വളരെ പെട്ടെന്ന് തന്നെ പരം ആത്മാനം ആ പരമമായ പരമാത്മാവിലേക്ക് ബ്രഹ്മനിർവാണം ബ്രഹ്മമായും നിർവാണം എന്ന് വെച്ചാൽ നിത്യമുക്തമായും ഇരിക്കുന്ന ആ പരമാത്മാവിലേക്ക് ഭഗവന്തം ആ ഭഗവാനിലേക്ക് അവാബഹ എത്രയും പെട്ടെന്ന് സ്വന്തം ശരീരത്തെ ഉപേക്ഷിച്ച് ആ ഭഗവാനിലേക്ക് ലയിച്ചു ചേർന്നു എന്ന്. ആ അമ്മയെ നമുക്ക് മനസ്സാലൊന്ന് നമസ്കരിക്കാം. ഇപ്രകാരം ദേവഹൂതി ആ അമ്മ പുത്രൻ പറഞ്ഞു കൊടുത്ത ആ മാർഗത്തിലൂടെ ഭഗവാനെ ധ്യാനിച്ച് ആ പരമാത്മാവിലേക്ക് നിത്യമുക്തമായ മായയിൽ നിന്നൊക്കെ മുക്തമായിട്ടുള്ള ബ്രഹ്മമയമായ ആ പരമാത്മാവിലേക്ക് അധികം താമസിയാതെ തന്നെ സ്വശരീരം ഇവിടെ ഉപേക്ഷിച്ചുകൊണ്ട് ദേവഹൂതി അങ്ങ് ലയിച്ച് ചേർന്നു. അങ്ങനെ ദേവഹൂതി ശരീരം ഉപേക്ഷിച്ചില്ലേ, ആ സ്ഥലം അറിയപ്പെടുന്നത് എന്താണ്, എങ്ങനെ ഏത് പേരിലാണ് ആ സ്ഥലം അറിയപ്പെടുന്നത് എന്നാണ് ഇനി നമ്മൾ അറിയുന്നത്. തത് വീര ആസീത് പുണ്യതമം ക്ഷേത്രം ത്രൈലോക്യ വിശ്രുതം നാംനാ സിദ്ധപദം യത്ര സാ സംസിദ്ധി ഉഭേയുഷി. വീര, മൈത്രേയ മഹർഷി വിതുരരെ വിളിക്കുകയാണ്. അല്ലയോ വിതുരരെ, തത് ദേവഹൂതി ആ ശരീരം ഉപേക്ഷിച്ച അവിടെ ആസീത് ആയിത്തീർന്നു എന്ന്. പുണ്യതമം ക്ഷേത്രം പരിപൂർണമായും ശുദ്ധമായ ആ സ്ഥലം ത്രൈലോക്യ വിശ്രുതം 3 ലോകങ്ങളിലും, അതായത് 3 ലോകം എന്ന് വെച്ചാൽ 14 ലോകങ്ങളിലും അതറിയപ്പെട്ടത്. സിദ്ധപദം നാംന, സിദ്ധപദം എന്നാണ് ആ സ്ഥലം അറിയപ്പെട്ടത്. യത്ര എവിടെയാണോ സാ അവൾ സംസിദ്ധി ഉപേയുഷി, ദേവഹൂതി എവിടെ വെച്ചാണോ ആ പരിപൂർണ സിദ്ധിയെ പ്രാപിച്ച് സ്വന്തം ശരീരം ഉപേക്ഷിച്ചത്, ആ സ്ഥലം, ആ പുണ്യപരിശുദ്ധമായ സ്ഥലം 14 ലോകങ്ങളിലും സിദ്ധപദം എന്ന പേരിൽ അറിയപ്പെട്ടു എന്ന്. ദേവഹൂതി ശരീരം ഉപേക്ഷിച്ച ആ സ്ഥലം. ഇനി അടുത്ത ശ്ലോകത്തിൽ ദേവഹൂതിയുടെ ആ ശരീരകണങ്ങൾ ഉണ്ടല്ലോ, അതിനെന്ത് സംഭവിച്ചു എന്നാണ് പറയുന്നത്. ശ്ലോകം 32. തസ്യ തത് യോഗവിധൂത മാർത്യം, തസ്യ തത് യോഗ വിദൂത മാർത്യം മർത്യം അഭൂത് സരിത് ശ്രോതസാം പ്രവര സൗമ്യ സിദ്ധിത സിദ്ധസേവിത. ഹേ സൗമ്യ, മൈത്രേയ മഹർഷി വിതുരരെ വിളിക്കുന്നു. അല്ലയോ വിതുരരെ, തസ്യ ആ ദേവഹൂതിയുടെ തത് ആ ശരീരം ഉണ്ടല്ലോ, തത് യോഗവിദൂത മാർത്യം എന്നുവെച്ചാൽ യോഗ പരിശീലന യോഗാവസ്ഥയെ പ്രാപിച്ച ഈ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിക്കപ്പെട്ട ദേവഹൂതിയുടെ ആ മർത്യം എന്ന് വെച്ചാൽ ശരീരം അഭൂത് ആയിത്തീർന്നു, ഭവിച്ചു, സരിത് ഒരു നദിയായി മാറിയെന്ന്. ആ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായപ്പോൾ അതിൽ ജലമുണ്ടല്ലോ, ആ ശരീരകണങ്ങൾ ഇങ്ങനെ ഭൂമിയിലേക്കും വായുവിലേക്കും അഗ്നിയിലേക്കും ഒക്കെ പോയിട്ട് അവസാനം ജലരൂപത്തിലായി എന്ന് ദേവഹൂതിയുടെ ശരീരം. അങ്ങനെ അതൊരു നദിയായി മാറി. സ്രോതസാം പ്രവര, നദികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ നദിയായി അത് മാറി. അതിൻ്റെ പ്രത്യേകത സിദ്ധിത, ആരാണോ ആ നദിയിൽ സ്നാനം ചെയ്യുന്നത് അവന് സിദ്ധി നൽകുന്ന നദിയായിരുന്നു. സിദ്ധസേവിത, സിദ്ധന്മാരാൽ സേവിക്കപ്പെട്ടതുമായിരുന്നു ആ നദി എന്ന്. നദിയുടെ പേരിവിടെ പരാമർശമില്ല. അപ്പോൾ ദേവഹൂതി ശരീരം ഉപേക്ഷിച്ച ആ പൂർണ്ണത നേടിയ സ്ഥലം സിദ്ധപദം എന്ന പേരിൽ ത്രിലോകങ്ങളിലും അറിയപ്പെട്ടു. ആ ശരീരത്തിൻ്റെ കണങ്ങൾ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണല്ലോ ശരീരം, അതിൽ തന്നെ ജലത്തിലേക്ക് ആ ശരീരകണങ്ങൾ ജലമായി തീർന്നിട്ട് പിന്നെ അതൊരു നദിയായി ഒഴുകിയെന്ന്. ആ ശരീരം നദിയായി ഒഴുകി, നദികളിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ നദിയായി. ആ നദിയിൽ ആര് സ്നാനം ചെയ്യുന്നുവോ ആ ആൾക്ക് സിദ്ധി കിട്ടുമെന്ന്. അതുപോലെ തന്നെ സിദ്ധന്മാരാൽ സേവിക്കപ്പെടുകയും ചെയ്ത നദിയായിരുന്നു ദേവഹൂതിയുടെ ശരീരം. അങ്ങനെ ഒരു നദിയായി മാറി. ഇനി കപില മഹർഷി അമ്മയോട് യാത്ര പറഞ്ഞ് ആത്മഗതിക്ക് പോയി എന്ന് പറഞ്ഞല്ലോ, വാ വഴി പോയി എന്ന്. അതെങ്ങോട്ടാണ് പോയത് എന്നാണ് 33 പറയുന്നത്. കപിലഹ അഭി മഹായോഗി ഭഗവാൻ പിതുരാശ്രമാത് മാതരം സമനുജ്ഞാഭ്യ പ്രാക് ഉദീജിം ദിശം യയോ. മാതരം സമനുജ്ഞാഭ്യ പ്രാക് ഉദീജിം
പ്രാക് ഉദീജീം ദിശം യയൗ എന്ന്. അപ്പോൾ കപിലഹ അഭി, കപില വാസുദേവൻ മഹായോഗിയും ഭഗവാനുമായ കപില വാസുദേവൻ പിതുരാശ്രയം ആശ്രമാത്, തൻ്റെ പിതാവ് ഉണ്ടാക്കിയ ആ സരസ്വതി നദിയിലെ നദിയുടെ തീരത്തുള്ള ആശ്രമം ഉണ്ടല്ലോ, ആ ആശ്രമവും ഉപേക്ഷിച്ച് മാതരം സമനുജ്ഞാപ്യ, തൻ്റെ അമ്മയുടെ എല്ലാവിധ അമ്മയിൽ നിന്ന് അനുവാദവും മേടിച്ച് പ്രാക്ക് എന്ന് വെച്ചാൽ കിഴക്ക്, ഉദീജീം എന്ന് വെച്ചാൽ വടക്ക്, ദിശം ദിക്കിലേക്ക് യയൗ പോയത്. ആത്മാവിൻ്റെ ഗതിയിലേക്ക് പോയപ്പോൾ അച്ഛൻ ഉണ്ടാക്കിയ ആശ്രമവും ഉപേക്ഷിച്ചു, അമ്മയോട് യാത്രയും പറഞ്ഞ് അനുവാദം മേടിച്ച് വടക്ക് കിഴക്ക് ദിക്കിലേക്കാണ് കപില മഹർഷി പോയത് എന്ന്. അങ്ങനെ പോയിട്ട് അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്നാണ് പറയുന്നത്. ശ്ലോകം 34 സിദ്ധചാരണ ഗന്ധർവൈഹി മുനിഭിഹി ച അപ്സരഗണൈഹി സ്തൂയമാനഃ സമുദ്രേണ ദത്ത അർഹണ നികേതനഃ. സിദ്ധന്മാരും ചാരണന്മാരും ഗന്ധർവന്മാരും മുനിമാരും അപ്സരഗണങ്ങളും ഇവരെല്ലാവരാലും സ്തൂയമാനഃ സ്തുതിക്കപ്പെട്ടവനായി, സമുദ്രേണ സമുദ്രം, നിത്യവും ദത്താർഹണഃ തർപ്പണങ്ങൾ അർപ്പിക്കുന്നവനുമായി നികതേന, ആ സമുദ്രമാണ് കപില വാസുദേവന് വസിക്കാനുള്ള വാസസ്ഥലമായത്. ആ സമുദ്രമാണ് കപില വാസുദേവന് ഭഗവാന് നിത്യവും തർപ്പണങ്ങൾ അർപ്പിച്ചിരുന്നത്. കൂടാതെ സിദ്ധന്മാരും മുനിമാരും ശ്രേഷ്ഠ മുനിമാരും ഗന്ധർവന്മാരും ചാരണന്മാരും അപ്സരഗണങ്ങളും ഒക്കെ കപില ഭഗവാനായി അവതരിച്ച ഭഗവാനെ സ്തുതിച്ചുകൊണ്ടേയിരുന്നു. സമുദ്രം ഭഗവാനുള്ള വാസസ്ഥാനം ഒരുക്കി. സമുദ്രം തന്നെ ഭഗവാനെ നിത്യവും തർപ്പണങ്ങൾ അനുഷ്ഠാനങ്ങളും പൂജയും ചെയ്ത് ആ തർപ്പണങ്ങൾ അർപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ആസ്തേ, ശ്ലോകം 35, ആസ്തേ യോഗം സമാസ്തായ സാംഖ്യചാരൈഹി അഭിഷ്ടുതഃ ത്രയാണം അഭിലോകാനാം ഉപശാന്തിയൈ സമാഹിതഃ. അങ്ങനെ സാംഖ്യചാരൈഹി അഭിഷ്ടുതഃ, സാംഖ്യശാസ്ത്രത്തെ അതാണ് സാംഖ്യചാരൈഹി, സാംഖ്യശാസ്ത്രത്തെ അറിയുന്ന ആചാര്യന്മാരാൽ അഭിഷ്ടുതഃ ആരാധിക്കപ്പെട്ടവനായിട്ട്, ത്രയാണം അഭിലോകാനാം ഈ ത്രിലോകങ്ങളെയും എന്ന് വെച്ചാൽ 14 ലോകങ്ങളുടെയും ഉപശാന്ത്യ ശാന്തിക്കായിക്കൊണ്ട് സമാഹിത സമാധി അവസ്ഥയിൽ ആസ്തേ യോഗം സമാസ്തായ, ആ കപില മഹർഷി യോഗ സമാസ്തായ എന്ന് വെച്ചാൽ യോഗാവസ്ഥയിൽ ലയിച്ച് ആ സമാധി അവസ്ഥയിൽ ആസ്തേ എന്ന് വെച്ചാൽ ഇന്നും അദ്ദേഹം ജീവിച്ചിരിക്കുന്നു എന്ന്. അപ്പം അദ്ദേഹം ആ ശരീരം ഇവിടുന്ന് പോയതായിട്ട് അറിവില്ല. അദ്ദേഹം ഇന്നും ഈ ത്രിലോകങ്ങളുടെയും ഉപശാന്തിക്കായിട്ട് സമുദ്രമൊരുക്കിയ വാസസ്ഥലത്തിൽ സമുദ്രത്താൽ തർപ്പണം ചെയ്യപ്പെട്ട് എല്ലാ ദേവന്മാരാലും മഹർഷിമാരാലും ഒക്കെ സ്തുതിക്കപ്പെട്ടവനായി ഈ ത്രിലോകങ്ങളുടെയും ശാന്തിക്കായി ആ സമാധി അവസ്ഥയിൽ ലയിച്ചുകൊണ്ട് അദ്ദേഹം ഇന്നും സ്ഥിതി ചെയ്യുന്നു എന്നാണ് ഭാഗവതം പറയുന്നത്. നമ്മുടെ നാട് ഇത്രയും മാത്രം എത്രയോ എന്താ പറയുക കലിയുഗങ്ങളൊക്കെ കടന്നു പോയി നാശങ്ങളൊക്കെ അനുഭവിച്ചിട്ടും ഈ പ്രപഞ്ചം ഇങ്ങനെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ കപില മഹർഷിയെ പോലുള്ള ആ ഭഗവാന്റെ അവതാര രൂപങ്ങൾ ഇതുപോലെ ഓരോ സ്ഥലത്ത് നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ദർശിക്കാൻ കഴിയാത്ത രീതിയിൽ ഇരുന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കൊണ്ട്, ആ സമാധി എല്ലാവരുടെയും ശാന്തിക്കായി പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് ഈ പ്രപഞ്ചം ഇന്നും നിലനിന്ന് പോകുന്നത്. നമുക്ക് ഭൂമി മാത്രമേ അറിയുള്ളൂ. അതിൻ്റെ താഴെ വരുന്ന അധോ ലോകങ്ങളുടെ ദുരവസ്ഥ എന്താന്ന് കപില മഹർഷി മുന്നേ പറഞ്ഞത് കേട്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി അല്ലേ. അപ്പോൾ എല്ലാ ലോകങ്ങളുടെയും ശാന്തിക്കായിട്ട് ഈ യോഗീശ്വരന്മാർ ഭഗവാൻ തന്നെ പല യോഗികളായിട്ട് അവതരിച്ച് ഈ ഭൂമിയിൽ ഇപ്പോഴും ഈ പ്രപഞ്ചത്തിൽ ഇരുന്ന് എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി ഇപ്പോഴും അവർ ആ സമാധി അവസ്ഥയിൽ ലയിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇന്നും ഈ പ്രപഞ്ചം നശിക്കാതെ ഇങ്ങനെ നിലനിൽക്കുന്നത്, അവരുടെയൊക്കെ പ്രാർത്ഥന കൊണ്ട്. ശ്ലോകം 36 ഏതത് നിഗദിതം താതാ യത് പൃഷ്ട അഹം തവ അനഘഃ കപിലസ്യ ച സംവാദോ ദേവഹൂത്യാ ച പാവനഃ. ഏതത് ഇപ്രകാരം നിഗദിതം പറഞ്ഞു തന്നു താതാ അല്ലയോ വിദുരരെ, താതാന്ന് വെച്ചാൽ അല്ലയോ വിദുരരെ, യത് പൃഷ്ട അങ്ങ് എന്നോട് എന്താണോ, യത് പൃഷ്ട എന്താണോ ചോദിച്ചത്, അഹം ഞാൻ, തവ അങ്ങേക്ക്, അനഘ. അപ്പോൾ മൈത്രേയ മഹർഷി പറയാണ് താതാന്ന് വെച്ചാൽ അല്ലയോ താതാ, അനഘ പാപമുക്തനായവനെ എന്ന് വിദുരരെ വിളിക്കാൻ കാരണം
ഇത്രയും വലിയ സന്ദേശം തത്വം കേൾക്കാൻ ഭാഗ്യമുണ്ടായത് തന്നെ പാപത്തിൽ നിന്നും മുക്തി വരുമ്പോഴാണ്. അവർക്ക് മാത്രമേ അത് യോഗ്യത ഉണ്ടാവുള്ളൂ കേൾക്കാൻ, അവർക്കേ അതിനുള്ള യോഗമുള്ളൂ കേൾക്കാൻ. അതുകൊണ്ട് അദ്ദേഹത്തെ അനഘ എന്ന് വിളിക്കുന്നു. പാപമുക്തനായ വിതുരരെ, അങ്ങ് എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് അഹം ഞാൻ നിഗദിതം ഏതത് നിഗദിതം ഇപ്രകാരം മറുപടി തന്നിരിക്കുന്നു. കപിലസ്യച കപില മഹർഷിയുടെയും ദേവഹൂതിയാച അദ്ദേഹത്തിൻ്റെ അമ്മയായ ദേവഹൂതിയുടെയും സംവാദ ആ സംഭാഷണത്തെ പാവനഹ പരിശുദ്ധമായ ആ സംഭാഷണത്തെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് ചോദിച്ചതിന് മറുപടിയായി ഞാൻ അങ്ങേക്ക് പറഞ്ഞു തന്ന് കഴിഞ്ഞു. ഇനി ശ്ലോകം 37. യഹ ഇദം അനുശൃണോതി യഹ അഭിദത്തെ കപിലമുനേ മതം ആത്മയോഗ ഗുഹ്യം ഭഗവതി കൃതധീഹി സുവർണകേതൗ ഉപലഭതേ ഭഗവത് പാദാരവിന്ദം. യഹ എന്നിട്ട് അവസാനമായിട്ട് മൈത്രേയ മഹർഷി പറയാൻ കേട്ടാ ഒരു ഉപദേശം നമുക്കായിട്ട്. ആരാണോ ഇതം ഈ തത്വത്തെ കപില മഹർഷി അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്ത ഈ ഉപദേശത്തെ അനുശൃണോതി ശ്രദ്ധയോടെ പൂർണ്ണ വിശ്വാസത്തോടെ കേൾക്കുന്നത്, യഹ അഭിദത്തെ ആരാണോ അത് മനസ്സിലാക്കി മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്, കപിലമുനേ മതം കപില മഹർഷി പറഞ്ഞ ഈ ഉപദേശത്തെ, ആത്മയോഗ ഗുഹ്യം ആത്മജ്ഞാനത്തിൽ തന്നെ ഏറ്റവും ഗുഹ്യമായതെന്ന് അതീവ രഹസ്യമായിട്ടുള്ള ആധ്യാത്മികമായ അറിവുകളിൽ തന്നെ അതീവ രഹസ്യമായ കപില മഹർഷിയുടെ ഉപദേശമായ ഈ തത്വത്തെ ആരാണോ ശ്രദ്ധയോടെ കേൾക്കുന്നത്, ആരാണോ അത് ശ്രദ്ധയോടെ കേട്ട് പറഞ്ഞു കൊടുക്കുന്നത്, അവർ ഭഗവതി കൃതധി ആ ഭഗവാനിൽ കൃതധി ധി അവരുടെ മനസ്സും ബുദ്ധിയും ഇത് നിത്യവും ഇങ്ങനെ കേൾക്കുക അല്ലെങ്കിൽ പറയുകയല്ലേ, അപ്പൊ ആ ഭഗവാനിൽ അവരുടെ മനസ്സുറച്ച് സുവർണകേതോ എന്ന് വെച്ചാൽ ഗരുഡൻ കൊടിയടയാളമായിട്ടുള്ള ആ ഭഗവാൻ മഹാവിഷ്ണുവിൽ അവരുടെ ബുദ്ധിയും മനസ്സും ഉറയ്ക്കുന്നു. ഭഗവത് പാദാരവിന്ദം ആ ഭഗവാന്റെ എല്ലാവർക്കും ശരണാഗതി അടയാനുള്ള ലോകത്തിന്റെ സമസ്ത ദുഃഖങ്ങളെയും ഇല്ലാതാക്കാൻ ഒരു വഴിയുള്ളൂ, ഈഗോ കളഞ്ഞ് ഭഗവാന്റെ ആ പ്രകൃതി എന്ന ശക്തിയുടെ തൃപാദങ്ങളിൽ ശരണാഗതി അടയുക. അങ്ങനെ ഭഗവത് പാദാരവിന്ദം ആ ഭഗവാന്റെ പാദാരവിന്ദങ്ങളെ അവർക്ക് പ്രാപിക്കാൻ സാധിക്കുന്നു. അപ്പൊ ആരാണോ ഈ കപില മഹർഷിയുടെ ഈ ഉപദേശത്തെ ആ ആധ്യാത്മികമായ അറിവുകളിൽ തന്നെ ഏറ്റവും ഗുഹ്യമായ രഹസ്യമായ ഈ അറിവിനെ ശ്രദ്ധയോടെ കേട്ട് മനസ്സിലാക്കി അറിഞ്ഞ് പറയുന്നത്, കേൾക്കുന്നവരും പറയുന്നതും ആരൊക്കെയാണോ അവര് ആ ഭഗവാൻ അവരുടെ ഉള്ളിൽ ഭഗവാൻ എന്ന ആ ഗരുഡൻ കൊടിയടയാളമായിട്ടുള്ള ആ ഭഗവാന്റെ രൂപം അവരുടെ ഉള്ളിൽ ഉറയ്ക്കുകയും ആ പാദാരവിന്ദങ്ങളിൽ തന്നെ അവർ പ്രാപിക്കുകയും അതിലേക്ക് തന്നെ ലയിക്കുകയും ചെയ്യുമെന്നുള്ളത് തീർച്ചയാണെന്ന് മൈത്രേയ മഹർഷി പറഞ്ഞു വെക്കുകയും ചെയ്തതോടുകൂടി നമ്മുടെ തൃതീയ സ്കന്ധം ഇവിടെ ഭഗവാന്റെ അനുഗ്രഹത്താൽ അവസാനിച്ചിരിക്കുന്നു. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ